ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിൽ നടത്തിവരുന്ന ഉദയാസ്തമന പൂജ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമല്ലെന്ന് ഗുരുവായൂർ തന്ത്രി ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പരാമർശം. ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ വഴിപാട് മാത്രമാണെന്നും തന്ത്രി ആദിശങ്കരൻ ക്ഷേത്രം സന്ദർശിച്ചത് ഐതിഹ്യം മാത്രമാണെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശം. തന്ത്രി സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് തന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും നിലപാടുകൾക്കെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ഗുരുവായൂരിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ വേണ്ടെന്ന ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ടാണ് തന്ത്രി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന ഉദയാസ്തമന പൂജ ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളുടെയോ പാരമ്പര്യത്തിന്റെയോ ഭാഗമല്ല, ആരാധകർ അർപ്പിക്കുന്ന ഒരു വഴിപാടാണിതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമന പൂജ ദേവസ്വം വഴിപാടായാണ് നടത്തുന്നത്. ഗുരുവായൂർ ദേവസ്വമാണ് ആ പ്രത്യേക ദിവസം ഉദയാസ്തമന പൂജ അർപ്പിക്കുന്നതെന്നും ദേവസ്വം വഴിപാടായി നടത്തുന്ന ഉദയാസ്തമന പൂജയുടെ ചെലവ് ഏതൊരു ആരാധകനും അർപ്പിക്കുന്ന ഉദയാസ്തമന പൂജയ്ക്ക് തുല്യമാണെന്നാണ് തന്ത്രിയുടെ വാദം. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമന പൂജ നടത്തേണ്ടതില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനമാണെന്നും ദേവഹിതം എടുത്തതിനു ശേഷമാണ് ഇതിന് സമ്മതം നൽകിയതെന്നും തന്ത്രിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആദിശങ്കരൻ ക്ഷേത്രം സന്ദർശിച്ചു എന്ന വിശ്വാസം ഐതിഹ്യത്തിന്റെ ഭാഗമാണെന്നാണ് സത്യവാങ്മൂലത്തിലെ മറ്റൊരു പരാമർശം. തന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച് ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആചാരങ്ങളെ ലംഘിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇവർക്ക് ഇതിപ്പോൾ ആ ഇരിക്കുന്നിടത്തല്ലേ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും വലിയൊരു വിലയുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ എന്നുണ്ടെങ്കിൽ ഇത്തരം പൂജകൾ നടക്കുന്നത് ആ ക്ഷേത്ര പരിസരവാസികളുടെയോ അവിടെ വരുന്ന ഭക്തജനങ്ങളുടെയോ ക്ഷേത്രത്തിൻ്റെയോ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടാണ്. അതിന് മാറ്റം വരുന്ന ഒരു കാര്യങ്ങളും പിന്നെ തന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവസാന വാക്കൊന്നുമല്ല. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവകാലം തൊട്ട് എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് മുടക്കുകൂടാതെ ഇക്കൊല്ലം നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള സമരമുറകൾ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ പ്രതിഷേധയോ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതിഷേധിക്കും ശക്തമായിട്ട്. ഏകാദശി ദിനത്തിൽ ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഉദയാസ്തമന പൂജാ ദിവസം മാറ്റാൻ സമ്മതം നൽകിയതെന്നാണ് തന്ത്രിയുടെ മറ്റൊരു വാദം. ദേവസ്വത്തിന്റെയും തന്ത്രിയുടെയും നിലപാടുകൾക്കെതിരെ വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനം, തൃശൂർ.